കണ്ണൂർ ജില്ലയിലെ മലയോര മേഖലയിലുള്ള പ്രധാന മണ്ഡലമാണ് ഇരിക്കൂർ. ഇരിക്കൂർ പുഴയുടെ സാമീപ്യവും കാർഷിക പാരമ്പര്യവും ചരിത്രപരമായ പ്രാധാന്യവുമുള്ള ഇവിടെ നിന്നും ഉയരുന്നത് വികസനത്തിൻ്റെ കേളികൊട്ടാണ്. മണ്ഡലത്തിൻ്റെ വികസന ചിത്രത്തിലേക്ക് മണ്ഡലത്തിൽ നടപ്പിലാക്കുന്ന വികസന പ്രവർത്തനങ്ങൾ പ്രധാനമായും ഗതാഗതം, വിദ്യാഭ്യാസം, കൃഷി എന്നീ മേഖലകളിലാണ്. കുടിയേറ്റ കർഷകർ ഏറെയുള്ള ഇരിക്കൂറിൽ മണ്ഡലത്തോട് കൂറുപുലർത്തിയുള്ള വികസനത്തിനാണ് MLA സജീവ് ജോസഫ് രൂപം നൽകിയിട്ടുള്ളത്. പദ്ധതികളിൽ മുൻപൻ മലയോര ഹൈവേയാണ്. ഇരിക്കൂർ മണ്ഡലത്തിന്റെ ഗതാഗത സ്വപ്നമായ മലയോര ഹൈവേയുടെ നിർമ്മാണത്തിനായി വലിയ തുകയാണ് അനുവദിച്ചിട്ടുള്ളത്. ചെറുപുഴ, പയ്യന്നൂർ, ഇരിക്കൂർ, ഇരിട്ടി മേഖലകളെ ബന്ധിപ്പിക്കുന്ന മലയോര ഹൈവേ റീച്ചുകൾക്കായി 200 കോടിയിലധികം രൂപയാണ് അനുവദിച്ചത്. BM&BC നിലവാരത്തിൽ നിർമ്മിക്കുന്ന ഈ പാത മണ്ഡലത്തിലെ മലയോര മേഖലകളെ പ്രധാന ടൗണുകളുമായി ബന്ധിപ്പിക്കുന്നതാണ്. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ കോടിക്കണക്കിന് രൂപ അനുവദിച്ചിട്ടുണ്ട്. ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഇരിക്കൂറിൽ ആധുനിക കെട്ടിടം, ലബോറട്ടറി സൗകര്യങ്ങൾക്കായി 5 കോടി രൂപയുടെ പദ്ധതിയാണ് നടപ്പാക്കിയത്. ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പടിയൂർ, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മലപ്പട്ടം, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഉളിക്കൽ, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ചാവശ്ശേരി എന്നിവിടങ്ങളിൽ 3 കോടി രൂപ വീതം അനുവദിച്ചതും വിദ്യാഭ്യാസ മേഖലയ്ക്ക് നവോന്മേഷം പകർന്നു.
ടൗണിലെ ഗതാഗത കുരുക്കൊഴിവാക്കുന്നതിനും റോഡുകൾ വീതി കൂട്ടുന്നതിനുമായി പദ്ധതികളുണ്ട്. ഇരിക്കൂർ മയ്യിൽ പാതയുടെ നവീകരണത്തിനും അനുബന്ധ പ്രവർത്തനങ്ങൾക്കുമായി തുക വകയിരുത്തിയിട്ടുണ്ട്. പുഴകൾക്ക് കുറുകെ നിർമ്മിക്കുന്ന ചെറിയ പാലങ്ങൾക്കും ചെക്ക് ഡാമുകൾക്കും തുക ലഭിച്ചിട്ടുണ്ട്. മണ്ഡലത്തിലെ കായിക പ്രതിഭകൾക്കായി ശ്രീകണ്ഠാപുരം മിനി സ്റ്റേഡിയത്തിൽ ആധുനിക രീതിയിലുള്ള മൈതാനവും ഗ്യാലറിയും നിർമ്മിക്കുന്നതിന് 10 കോടി രൂപ അനുവദിച്ചത് ഈ മേഖലയ്ക്ക് ഊർജമായി. മലയോര മേഖലയിലെ കാർഷിക വിഭവങ്ങൾ സംസ്കരിക്കുന്നതിനായി വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നതിനുള്ള പ്രാരംഭ ചർച്ചകൾ നടക്കുന്നുണ്ട്. പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ കർഷകർക്ക് ഏറെ ആശ്വാസമാകും. ഇരിക്കൂർ ഇന്നുവരെ കാണാത്ത വികസന പദ്ധതികളാണ് മണ്ഡലത്തിൽ നടപ്പാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇരിക്കൂറിൻ്റെ മണ്ണും വികസന വിപ്ലവത്തെ മാറോട് ചേർക്കുകയാണ്. ഇരിക്കൂർ ഇന്നേ വരെ കാണാത്ത വികസന പദ്ധതികളാണ് മണ്ഡലത്തിൽ നടപ്പാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇരിക്കൂറിൻ്റെ മണ്ണും വികസന വിപ്ലവത്തെ മാറോട് ചേർക്കുകയാണ്. കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളം സ്ഥിതി ചെയ്യുന്ന മട്ടന്നൂർ മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളിലേക്കാണ് ഒന്നിച്ചു മുന്നേറിയ പതിറ്റാണ്ടിനി കടക്കുന്നത്. വികസന റൺവേയിലൂടെ കുതിച്ചുയരുന്നത് ഒട്ടേറെ പദ്ധതികളാണ്. കാണാം മട്ടന്നൂരിൻ്റെ മാറ്റുകൂട്ടുന്ന വികസന കാഴ്ചകൾ. മികച്ച ഗതാഗത സൗകര്യങ്ങൾ, സജീവമായ വാണിജ്യ കേന്ദ്രം, പരിയാരം മെഡിക്കൽ കോളേജ്, ഇരിട്ടി എന്നിവയുമായുള്ള അടുപ്പം മട്ടന്നൂരിൻ്റെ പ്രധാന പ്രത്യേകതകളാണ്. വൻതോതിലുള്ള അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികളാണ് മണ്ഡലത്തിൽ കെ ശൈലജ MLA നടപ്പിലാക്കി വരുന്നത്. പ്രധാനമായും വിമാനത്താവളവുമായുള്ള കണക്ടിവിറ്റി റോഡ് നവീകരണം, പൈതൃക സംരക്ഷണം എന്നിവയ്ക്കാണ് ഇവിടെ മുൻഗണന നൽകിയിരിക്കുന്നത്. കേരളത്തെ ആധുനിക കേരളമായി വളർത്തിയെടുക്കുന്നതിന് ഏറ്റവും കൂടുതൽ സഹായിച്ചിട്ടുള്ള ഏജൻസിയാണ് കിഫ്ബി. കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് ബോർഡ് നേരത്തെ ഉണ്ടായിരുന്നു. പക്ഷേ അതിന് ഏറ്റവും ഭംഗിയായിട്ട് ഉപയോഗപ്പെടുത്തിയത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റാണ്.
കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിലേക്കുള്ള യാത്രാ സൗകര്യം വർദ്ധിപ്പിക്കുന്നതിനായി വലിയ തുകയാണ് അനുവദിച്ചിട്ടുള്ളത്. മട്ടന്നൂർ വഴിയുള്ള പ്രധാന റോഡുകൾ വികസിപ്പിക്കുന്നതിനായി 73.9 കോടി രൂപയോളം സ്ഥലം ഏറ്റെടുക്കുന്നതിനായി മാത്രം അനുവദിച്ചിട്ടുണ്ട്. വിമാനത്താവളത്തെ ബന്ധിപ്പിക്കുന്ന വിവിധ അനുബന്ധ റോഡുകളുടെ BM&BC നിലവാരത്തിലുള്ള നവീകരണത്തിന് പ്രത്യേകം ഫണ്ട് നീക്കിവച്ചിട്ടുണ്ട്. മട്ടന്നൂർ ഇരിക്കൂർ റോഡിന്റെ പുനർനിർമ്മാണത്തിനും നവീകരണത്തിനുമായി ഫണ്ട് ഉപയോഗിക്കുന്നു. ഇതിൽ പുഴയുടെ തീരത്തുള്ള സംരക്ഷണ ഭിത്തി നിർമ്മാണം ഉൾപ്പെടെയുള്ള ജോലികൾ ഉൾപ്പെടുന്നു. മട്ടന്നൂർ മണ്ണൂർ റോഡിന്റെ നവീകരണത്തിനായി ഏകദേശം 23 കോടി രൂപയ്ക്ക് മുകളിൽ ആദ്യഘട്ടത്തിൽ അനുമതി ലഭിച്ചിരുന്നു. മണ്ഡലത്തിലെ മലയോര ഹൈവേയുടെ ഭാഗങ്ങളും കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചാണ് നിർമ്മിക്കുന്നത്. ഇത്രയും തുകയുടെ പ്രവൃത്തികൾ കേരളത്തിനകത്ത് നടക്കുമ്പോൾ ഉണ്ടാകുന്ന വിവിധങ്ങളായിട്ടുള്ള ഗുണവശങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ വർദ്ധിച്ചു വരുന്നതോടുകൂടി അത് ഏറ്റവും ആധുനികമാകുന്നതോടുകൂടി വ്യാവസായിക കാർഷിക മേഖലയിലൊക്കെ നമുക്കുണ്ടാകുന്ന പുരോഗതിയാണ്. അതുപോലെ ടൂറിസം മേഖലയിലുണ്ടാകുന്ന വമ്പിച്ച പുരോഗതിയാണ്. ഇത് ഒരുപാട് മനുഷ്യരുടെ ജീവിതോപാധിയായിട്ട് മാറുന്നു. തൊഴിലവസരങ്ങൾ വളരെയേറെ വർദ്ധിച്ചിട്ടുണ്ട്. മട്ടന്നൂർ മണ്ഡലത്തിലെ ഗവൺമെന്റ് സ്കൂളുകളെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിനായി ഓരോ വിദ്യാലയത്തിനും 5 കോടി രൂപ വീതം സെന്റർ ഓഫ് എക്സലൻസ് പദ്ധതി പ്രകാരം അനുവദിച്ചിട്ടുണ്ട്. കെട്ടിട നിർമ്മാണവും സ്മാർട്ട് ക്ലാസ് റൂമുകളും ഇതിന്റെ ഭാഗമാണ്. മട്ടന്നൂർ കിൻഫ്ര പാർക്കിൽ വരുന്ന പുതിയ വൻകിട വ്യവസായ പദ്ധതികൾക്കും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ സഹായം നൽകുന്നുണ്ട്. മട്ടന്നൂരിൽ നിലവിൽ 128 ഏക്കറിൽ കിൻഫ്ര ഇൻഡസ്ട്രിയൽ പാർക്ക് പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെ സ്ഥാപിച്ചിട്ടുള്ള സ്റ്റാൻഡേർഡ് ഡിസൈൻ ഫാക്ടറിയിൽ നിലവിൽ 16 സംരംഭങ്ങളാണുള്ളത്. ഇതിനു പുറമെ ലാൻഡ് ബാങ്ക് രൂപീകരിക്കുന്നതിനായി 3 പാഴ്സലുകളായി 1054 ഏക്കർ ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള നടപടികളാണ് പുരോഗമിക്കുന്നത്. നമ്മൾ ചെയ്തിട്ടുള്ളത് കേരളത്തിൽ മൂലധന ചെലവിനാവശ്യമായിട്ടുള്ള വായ്പകൾ സ്വീകരിച്ചുകൊണ്ട് കിഫ്ബി മുഖേന ഒരുപാട് പുതിയ പ്രവൃത്തികൾ ആരംഭിക്കുക എന്നുള്ളതാണ്. അതിൽ എല്ലാ മേഖലയിലും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ നടത്തുന്നതിനുള്ള ഏർപ്പാടാണ് നമ്മൾ ചെയ്തത്. പ്രധാനമായി റോഡുകൾ, കെട്ടിടങ്ങൾ, കുടിവെള്ള പദ്ധതികൾ തുടങ്ങിയിട്ടുള്ള നിരവധി പ്രവർത്തനങ്ങളാണ് കേരളത്തിൽ കിഫ്ബിയുടെ സഹായത്തോടു കൂടി നടന്നിട്ടുള്ളത് എന്ന് കാണാൻ സാധിക്കും. നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റലുകൾ നിറയെ ആളുകൾ വരുന്ന ഒരിടമാണ്. പക്ഷേ ആവശ്യമായ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടായിരുന്നില്ല, നല്ല കെട്ടിടങ്ങൾ ഉണ്ടായിരുന്നില്ല, ലാബുകൾ ഉണ്ടായിരുന്നില്ല, നല്ല തിയേറ്ററുകൾ ഉണ്ടായിരുന്നില്ല, ഓപ്പറേഷൻ തിയേറ്ററുകൾ. അപ്പോൾ ആധുനികമായിട്ടുള്ള അത്തരം സംവിധാനങ്ങൾ ഉണ്ടാക്കുന്നതിനും ഏറ്റവും ആധുനികമായിട്ടുള്ള ഉപകരണങ്ങൾ വാങ്ങിക്കുന്നതിനും കിഫ്ബി മുഖാന്തരം നമുക്ക് വായ്പ ലഭിച്ചിട്ടുണ്ട്. അതിൽ മെഡിക്കൽ കോളേജുകൾക്ക് 500 കോടി മുതൽ 750 കോടി വരെയുള്ള പ്രവൃത്തിക്കാണ് ഭരണാനുമതി ലഭ്യമായത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് 750-ലേറെ കോടി രൂപയുടെ പ്രവൃത്തിക്കാണ് ഭരണാനുമതി ലഭ്യമായത്. ഓരോ മെഡിക്കൽ കോളേജിൻ്റെതും പറയുന്നില്ല. അതുപോലെ താലൂക്ക് ആശുപത്രികൾ, ജില്ലാ ആശുപത്രികൾ, കണ്ണൂർ ജില്ലാ ആശുപത്രിക്ക് 100 കോടി രൂപയുടെ വർക്കാണ് നമുക്ക് കിട്ടിയത്. ആ കൂട്ടത്തിൽ ഒന്നായിരുന്നു മട്ടന്നൂർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലും. 100 കോടിയുടെ ഒരു പ്രവൃത്തിയാണത്. തലശ്ശേരി ഹെറിറ്റേജ് പ്രോജക്ടിന്റെ ഭാഗമായി മട്ടന്നൂരിലെ പഴശ്ശി കോവിലകം നവീകരിക്കുന്നതിനും ടൂറിസം സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നതിനും കിഫ്ബി വഴി തുക അനുവദിച്ചിട്ടുണ്ട്. കിഫ്ബി വഴി 2018 കോടി രൂപ ചെലവഴിച്ച് മട്ടന്നൂർ ടൗണിനും വിമാനത്താവളത്തിനും 3 കിലോമീറ്റർ ചുറ്റളവിലാണ് കിൻഫ്ര ഇൻഡസ്ട്രിയൽ പാർക്കിനായി സ്ഥലം ഏറ്റെടുത്ത് വ്യവസായത്തിന് അടിസ്ഥാന സൗകര്യമൊരുക്കുന്നത്.
കിഫ്ബിക്ക് എല്ലാവിധത്തിലുള്ള ആശംസകളും അർപ്പിക്കുന്നു. ഇതിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള നൂറുകണക്കിന് ഉദ്യോഗസ്ഥന്മാരും ജീവനക്കാരും ഒക്കെയുണ്ട്. വളരെ ഭംഗിയായി, അതുപോലെ തന്നെ ധനകാര്യമന്ത്രിമാരുണ്ട്, അവരുടെ നേതൃത്വത്തിലാണ് ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നത്. നേരത്തെ തോമസ് ഐസക്, ഇപ്പോൾ ശ്രീ KM ബാലഗോപാൽ, ഇവരുടെയൊക്കെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ വലിയ പ്രവർത്തനം കിഫ്ബിയുടെ CEO ആയിട്ടുള്ള ശ്രീ KM അബ്രഹാം അടക്കമുള്ള കിഫ്ബിയുടെ ഉദ്യോഗസ്ഥർ, അവരെല്ലാം വളരെ സ്തുത്യർഹമായ പ്രവർത്തനമാണ് നടത്തിയത്. കിഫ്ബിക്ക് എല്ലാവിധത്തിലുള്ള ആശംസകളും നേരുന്നു. മട്ടന്നൂർ മാറുന്നത് സ്വപ്നതുല്യമായ വികസന പദ്ധതികളിലൂടെയാണ്. നവകേരളത്തിനൊപ്പം മട്ടന്നൂർ കുതിക്കുമ്പോൾ നിസ്സംശയം പറയാം മട്ടന്നൂർ ടച്ച് എന്ന്.